Iswan, എനിക്ക് ഏത് വേണം ഇതില്ലാത്ത? ചോക്ലേറ്റ്. എന്നാൽ അവന് ചോക്ലേറ്റ് കൊടുക്കും. എനിക്ക് ഏത് മാതളം? ഇളക്കി മിക്സ് ചെയ്ത് കഴിക്കും. അടിപൊളി. എങ്ങനെയുണ്ട്? ഇതിൻ്റെ ടേസ്റ്റ് പറയും. ഇത് തണുപ്പിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സ്വീറ്റ് ലസ്സിയാണ്. ഇത് ഞാൻ 4 തരത്തിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ 2 മിനിറ്റ് പോലും വേണ്ട ഈ ലസ്സി തയ്യാറാക്കാൻ. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ലസ്സി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കുംബർ എടുത്തിട്ടുണ്ട്, പിന്നെ പൊമഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കിവി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചോക്ലേറ്റ് ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 4 ടൈപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊന്നും ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെയൊക്കെ വളരെ കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് ഈ ലസ്സി തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പം ഇതിന് കോമൺ ആയിട്ട് നമുക്ക് വേണ്ടത് കേർഡാണ്. അപ്പോൾ ഈ കേർഡ് നമ്മൾ പഞ്ചസാര ഇട്ട് അടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് വേഗം തന്നെ പല ടൈപ്പ് ലസ്സി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ കട്ടിയായിട്ടുള്ള കേർഡ് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, കാരണം ഇത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ ഒന്ന് ലൂസാവും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. പൊടി അല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മിക്സായി കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് ഇത് അടിച്ചെടുക്കരുത് കേട്ടോ, 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കേ ആവാം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കണം എന്ന് പറയുന്നത്. പെട്ടെന്ന് മിക്സായി കിട്ടും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മൾ നോക്കണം ഇതിലേക്ക് പാകത്തിനുള്ള മധുരം ഉണ്ടോ എന്ന്. നല്ല അടിപൊളി മധുരം കേട്ടോ. നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ലസ്സി ഉണ്ടല്ലോ, അത് ഒരു ജഗ് എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാം. കണ്ടോ, ഇതുപോലെ കോമൺ ആയിട്ട് നമ്മൾ ഒരു ജഗ്ഗിൽ വല്ലതും ലസ്സി അടിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഇതിനെ തന്നെ പല പല വെറൈറ്റി ടേസ്റ്റ് ആക്കി മാറ്റാൻ കഴിയും. വളരെ എളുപ്പമല്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ മാറ്റി വെച്ചേക്കാം. ഇതുപോലെ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് ഞാനിവിടെ കിവി എടുത്തിട്ടുണ്ട്. ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പം ആപ്പിൾ വേണമെങ്കിൽ ആപ്പിൾ എടുക്കാം, അതുപോലെ തന്നെ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കാം. നമ്മളുടെ കയ്യിൽ ഏത് ഫ്രൂട്ടാണോ അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. പഴമാണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലാതെ ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കണ്ടോ, പക്ഷെ നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. കണ്ടോ, ഇതുപോലെ വേണം നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ഒട്ടും വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞത്. കണ്ടോ, ഇനി നമുക്ക് ഈ കുക്കുംബർ അടിച്ചെടുക്കാം. കുക്കുംബർ ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. കുക്കുംബർ എടുക്കുമ്പോഴേക്കും ഞാൻ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സെൻറ്ററിൽ വല്ലാതെ അരി ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണം. ഇതിലിപ്പം വലിയതായിട്ട് അരിയില്ല. കണ്ടോ, അരി ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ടേ അടിക്കാവൂ കേട്ടോ. വീണ്ടും നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുക്കാം. ഇത് ഒന്ന് അടിച്ചെടുക്കാം. ഇത്രയും മതിയാകും. ഒന്നിലും ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഈ പൊമഗ്രാനേറ്റും ഞാനിവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഞാനിവിടെ പൊമഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. പോമഗ്രാനേറ്റ് നമ്മൾ അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കും കേട്ടോ. ഇതുപോലെ തന്നെ ഞാനിവിടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കണം എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. ഏത് തരം ചോക്ലേറ്റ് ബിസ്ക്കറ്റും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ ഇട്ട് അടിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ ഇഷ്ടമായിരിക്കും അവർക്ക്. അപ്പോൾ ഞാൻ ഇതൊരു 5-6 പീസ് ഞാനൊരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതൊന്ന് ക്രഷായാൽ മതി. കുറച്ചൊരു തരിതരിപ്പ് വേണം. കണ്ടോ, ഇതുപോലെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ഈ 4 കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ സെർവ് ചെയ്യേണ്ട ഗ്ലാസ് എടുക്കണം. ഇതിലേക്ക് ഞാൻ ഈ അടിച്ചു വെച്ചിരിക്കുന്ന കിവിയാണ് ആദ്യം ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഈ ചേർക്കുന്നതിന് മുൻപ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ വേണ്ടത് അത് നമ്മൾ ഈ ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ലസ്സി ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് ഈ കിവിയുടെ മിക്സിങ് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒരു ഭംഗിക്കാണ് കേട്ടോ. ഇത് കാണുന്ന ചിലർക്ക് തോന്നും ഇതങ്ങ് മിക്സ് ചെയ്ത് കുടിച്ചാൽ പോരെയെന്ന്. അങ്ങനെയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഭംഗിയാണ്, ഒരു വെറൈറ്റിയൊക്കെ വേണ്ടേ. കുറച്ച് ലസ്സിയുടെ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇനി ഒരു സ്ക്യൂർ കൊണ്ടും താഴെ പോരുത് കേട്ടോ, പതുക്കെ ഇതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഈ കിവിയുടെ ലസ്സി തയ്യാറായിട്ടുണ്ട്. ഞാനിത് മാറ്റി വെച്ചിട്ട് അടുത്ത് ഞാൻ കുക്കുംബറിൻ്റെ തയ്യാറാക്കണം. ഈ കുക്കുംബറിൻ്റെ ആ ക്രഷ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് ലസ്സി ഒഴിച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ഇത് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഈ ലസ്സി ഇവിടെ താഴേക്ക് ഇറങ്ങിക്കോളും. അപ്പം ഇങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾ അങ്ങനെ വരില്ല എന്നൊന്നും വിചാരിക്കണ്ട. അടുത്ത് ഞാൻ പോമഗ്രാനൈറ്റിൻ്റെ ലസ്സി തയ്യാറാക്കുകയാണ്. ലസ്സി ഇതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, പോമഗ്രാനൈറ്റിൻ്റെ ലസ്സി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബിസ്ക്കറ്റിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ലസ്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ബിസ്ക്കറ്റിൻ്റെ ഈ പൊടി കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിന് മുകളിൽ ഒരു ചെറി വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇതൊന്നും വച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, ഒരു ഭംഗിയൊക്കെ വേണ്ടേ. ഇവിടെ ഈ പോമഗ്രാനൈറ്റ് ലസ്സിയിൽ കുറച്ച് പിസ്ത ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ കിവിയുടെ മുകളിലേക്ക് കുറച്ച് പോമഗ്രാനൈറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന 4 തരം വെറൈറ്റി ലസ്സി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമല്ലേ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ശരിക്കും ഉഷ്ണകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിപ്ലൈ തരണം കേട്ടോ. എനിക്ക് ഏത് വേണം ഇതിൻ്റെ അകത്ത്? ചോക്ലേറ്റ്. എന്നാൽ അവന് ചോക്ലേറ്റ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ മറന്നുപോയതാണ് കേട്ടോ. നിങ്ങൾ ഈ ലസ്സി ഉണ്ടാക്കാൻ എടുക്കുന്ന കേടുണ്ടല്ലോ, അത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കണം. ഞാൻ ആ പറഞ്ഞപ്പോൾ ഒന്ന് വിട്ടുപോയതാണ്. അപ്പോൾ തണുപ്പിച്ചിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കരുത്. ഞാനിങ്ങനെ ഇളക്കി 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 ലൂസായി. റിസ്വാൻ ഒന്നും പറയാനില്ലേ? റിസ്വാൻ അടിപൊളി. എനിക്ക് ചോക്ലേറ്റ് വേണ്ട 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 വേണ്ട. ഞാൻ അടുത്ത ടെസ്റ്റ് ആ കിവി നിസ്സാരിക്കാൻ നോക്കിയിട്ട് പറയും.
ഇത് നമ്മളെവിടെയും കുളിച്ചിട്ട് പോലും ഇല്ലെന്ന് ഉണ്ടോ? കിവിയുടെ ലസ്സി നമ്മൾ വാങ്ങിയിട്ട് വളരെ റെയറാണ്. ഇതെന്താ റിസ്വാനെ കാണിച്ചോട്. റിസ്വാൻ ഇന്നലെ ബെസ്റ്റ് ലോഗോ ഡിസൈൻ. ഇന്നലെ റിസ്വാൻ സ്കൂളിലെ ആനുവൽ ഡേക്ക് പോയിരുന്നു എന്ന് ഞാൻ നമ്മളുടെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പോയിട്ട് കിട്ടിയതാണിത്, ഒരു സർട്ടിഫിക്കറ്റും ഈ ഒരു ട്രോഫിയും. ഇതിനാണ് റിസ്വാനെ കിട്ടിയത് ബെസ്റ്റ് ലോഗോ. ബെസ്റ്റ് ലോഗോ ഡിസൈനർ. എല്ലാം ആ ലോഗോ ആണ്. എല്ലാം മറ്റേ അല്ല മുദ്രയിലെ വിന്നേഴ്സിനുള്ള എല്ലാവർക്കും എൻ്റെ ലോഗോ ആണ് ആ സർട്ടിഫിക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സർവോദയ സ്കൂളിലുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മളുടെ റിസ്വാൻ ലോഗോ ഡിസൈൻ ചെയ്തതാണ് നിങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ റിസ്വാൻ ഈ റിസ്വാനാണ്. ഒരു ഹായ് പറ സൽമ. റിസ്വാൻ പ്രൈസ് ജയിച്ച ആൾക്കാർക്ക്, മുദ്രയ്ക്ക് ജയിച്ച ആൾക്കാർ